ചേട്ടാ, രണ്ട് സുധാകരന്മാർ, രണ്ട് പാർട്ടി. യഥാർത്ഥത്തിൽ ഇന്ന് സജി ചെറിയാൻ ഒരു വിമർശനവുമായി വന്നിരിക്കുകയാണ്. അത് നമ്മുടെ ആലപ്പുഴയിലുള്ള ജി സുധാകരനുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പാർട്ടിയെ വഞ്ചിച്ചു, പക്ഷേ കെ സുധാകരൻ പാർട്ടിയെ വഞ്ചിച്ചില്ല. അതാണ് ഒരു പാർട്ടിയുള്ള ധാർമ്മിക ബോധം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. ജി സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ എത്രത്തോളം അദ്ദേഹം സ്നേഹിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാർക്കും അറിയാം. കെ സുധാകരൻ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ കോൺഗ്രസിനെ സ്നേഹിക്കുന്നു എന്നും കേരളത്തിലുള്ളവർക്കറിയാം. അത് CPM-കാർക്കും അറിയാം, അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്കും അറിയാം. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണെന്ന് പൊതുസമൂഹത്തിൽ ആർക്കും അറിയാം. അതിൻ്റെ കാരണം രണ്ടുപേരുടെ രാഷ്ട്രീയത്തിനെ മുറുകെ പിടിക്കുന്നവരാണ്. സജി ചെറിയാനെ പോലെ അവസരം കിട്ടുമ്പോൾ അങ്ങോട്ട് ചാടി കുത്തുകയും അവസരം തോൽപ്പിക്കാനായി എന്തും പറയുന്ന, നാവിന് ബ്രേക്കില്ലാത്ത വ്യക്തി പറയുന്നതിനോട് ഒരിക്കലും കേരള സമൂഹം വിശ്വസിക്കില്ല. കാര്യം ജി സുധാകരനെ എത്രത്തോളം പെടുത്താമോ അത്രത്തോളം പെടുത്തിയിട്ടുണ്ട് ഈ പാർട്ടി. കെ സുധാകരനെ നോക്കുമ്പോൾ അതും ഈ പറയുന്ന പോലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ട്. അതില്ലെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ സുധാകരനെ പോഴ്ത്തി പറയുമെന്ന് സജി ചെറിയാൻ ഒന്ന് ആലോചിച്ച് നോക്കി. സജി ചെറിയാൻ ഇത് എന്ത് കണ്ടോണ്ടാണ് പറഞ്ഞത്? ഇത് പറഞ്ഞത് പി പ്രസാദിന്റെ മണ്ഡലത്തിൽ പോയി എന്നാണ് പറഞ്ഞത്. പി പ്രസാദിനെതിരെ ഈ പറയുന്ന ജി സുധാകരൻ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എന്താണെന്ന്. അതായത് ഈ പി പ്രസാദ് എന്ന് പറയുന്ന നേതാവ് നമ്മുടെ ജി സുധാകരനെ രാഷ്ട്രീയം പഠിപ്പിക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വേണ്ടി പോയി എന്നാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പി പ്രസാദിന്റെ മണ്ഡലത്തിൽ പോയി ഞാൻ പ്രസംഗിക്കും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, അത് അദ്ദേഹം അതിലേക്കൊന്നും പോയില്ല. പക്ഷേ ഇത് സജി ചെറിയാൻ ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. സജി ചെറിയാൻ ഇത് പറയുന്ന പോലെ അവിടെ ഇന്ന് റോഡ് ഷോ ഉണ്ട്. ആരുടെ? ഈ ജി സുധാകരൻ്റെ റോഡ് ഷോ ഉണ്ട്. അതിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പങ്കെടുക്കുന്നതും അദ്ദേഹത്തിന് ഒരു ഇപ്പം അവിടെ എതിർ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട്, പ്രാധാന്യം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ, ഇപ്പോൾ പി പ്രസാദ് എന്ന് പറയുന്ന ഒരു സാത്വികനായ CPI നേതാവാണ്. അദ്ദേഹം ഒരിക്കലും ജി സുധാകരനെ അങ്ങനെ വിമർശിക്കാനൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അദ്ദേഹം CPI-യിലെ എണ്ണം പറഞ്ഞ നേതാക്കളിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ, കൃത്യം ആവശ്യമില്ലാത്തടത്ത് ഒരു വക സംസാരിക്കാൻ പോകാത്തൊരു നേതാവാണ്. വെറുതെ എന്തിനാണ് അദ്ദേഹത്തിന് ഇതിനകത്തൊരു വലിച്ചിട്ടതെന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇന്ന് അവിടെ ജി സുധാകരൻ സംസാരിക്കുന്നുണ്ട്. ജി സുധാകരൻ സംസാരിക്കുന്നത് ഒരുപക്ഷെ ഈ പാർട്ടിക്ക്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല രാഹുലെ, ഒരിക്കലും പാർട്ടിയെ വലിച്ചു കയറി പൊതുമധ്യത്തിലൊന്നും ജി സുധാകരൻ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ഈ നിമിഷം പോലും പാർട്ടിക്ക് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിയിലെ ഒന്നോ രണ്ടോ നേതാക്കന്മാർക്കെതിരെ അല്ലാതെ പാർട്ടിക്കെതിരെ അദ്ദേഹം ഇത്രയും ദിവസമായിട്ട് അദ്ദേഹം പാർട്ടി വിട്ടു വന്ന് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. ഈ നിമിഷം പോലും പാർട്ടിയോട് ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് എന്താണ്? പിണറായി വിജയൻ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായിട്ട് വരുവാണെങ്കിൽ സന്തോഷം. അല്ലാതെ പിന്നെ അദ്ദേഹം എന്ത് രാഷ്ട്രീയ മര്യാദ, അദ്ദേഹം അതാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യത്തിൽ രാഹുൽ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? MA ബേബി ഈ നിമിഷം വരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്? ഇല്ല, പറയില്ല. MA ബേബിക്ക് അറിയാം. MA ബേബിക്ക് കൃത്യമായി ജി സുധാകരനെ അറിയാം. ഇവിടെ ജി സുധാകരൻ വെല്ലുവിളിക്കുന്നത് ആ പ്രസ്ഥാനത്തെ അല്ല. പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു കൂട്ടം പേര് ചേർന്നാണല്ലോ പ്രസ്ഥാനം. അതിൽ ഒരു കൂട്ടം പേരാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജി സുധാകരൻ്റെതായ ഒരു സ്റ്റാൻഡുണ്ട്. അതുപോലെ കെ സുധാകരൻ്റെതായ ഒരു സ്റ്റാൻഡുമുണ്ട്. പക്ഷെ അതിനിടയിൽ നിന്ന് സജി ചെറിയാന് അദ്ദേഹത്തിന് പെണ്ണുമ്പോൾ പോലും വോട്ട്, ഇതിനകത്ത് കുടുംബത്തിൽ നിന്ന് പോലും വോട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് രണ്ട് പാർട്ടിയാണ്. രണ്ട് പാർട്ടിയും വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന, വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് പാർട്ടികളാണ്. തീർച്ചയായിട്ടും. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേഡർ പാർട്ടിയാണ്. മുകളിൽ നിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചടക്കത്തോടെ കേൾക്കേണ്ട ബാധ്യതയുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പോയി. പക്ഷെ ഇന്ന് കേഡർ പാർട്ടിയാണ്. അണികൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനും പോകാൻ ശേഷിയുള്ള അണികൾ ഇപ്പോഴും ആ പാർട്ടിയിലുണ്ട്. അതുകൊണ്ടാണ് ആ പാർട്ടി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് ജനാധിപത്യമല്ല, ജനാധിപത്യത്തിന് അപ്പുറത്തേക്കുള്ള ഒരു ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉൾക്കൊണ്ടുപോകും. പക്ഷെ അതിനപ്പുറത്തേക്ക് നേതാക്കളും അണികളും തമ്മിലൊരു ഇഴയെടുപ്പം ഭയങ്കരമാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം. പക്ഷെ ആ കൂട്ടത്തിനിടയിൽ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ ജനാധിപത്യപരമാണ്. ഇപ്പോൾ ഈ സീറ്റ് വിഭജനം പോലും ജനാധിപത്യപരമായിട്ട് എനിക്ക് സീറ്റ് ലഭിച്ചില്ല എന്നുള്ള സങ്കടം അല്ലെങ്കിൽ വിഷമം തുറന്നു പറയാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം അത് ജനങ്ങളുടെ ഇടയിലേക്കാണ് തുറന്നു പറയുന്നത്. പാർട്ടിക്കിടയിൽ പറയാനുള്ള സ്പേസോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് എനിക്ക് പാർട്ടി തരാത്തല്ല, എനിക്ക് വിഷമമുണ്ട് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന, അതിൽ പാർട്ടിക്കൊരു
വൈഭവം ഇല്ല, വിഷമവും ഇല്ലാത്ത, അത് സാധാരണ അണികളാണല്ലോ പാർട്ടിയുടെ അല്ല, ശക്തി എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ഒരു നേതാവ് വന്നിട്ട് എനിക്ക് തരാത്തതിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ പാർട്ടി അതിന് അച്ചടക്ക നടപടി എടുക്കും. പാർട്ടി അതിന് അയാളെ ചിലപ്പോൾ പുറത്താക്കും. പിന്നെ അയാൾ പാർട്ടിക്കാരൻ പോലും ആയിട്ടില്ല. പക്ഷെ കോൺഗ്രസ് പാർട്ടിയിൽ എങ്ങനെയാണ്? ഈ തവണ അദ്ദേഹം വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച് സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിനോടൊപ്പം ജനങ്ങളുണ്ടോ? അദ്ദേഹം പറയുന്നതിന് വാലിഡിറ്റി ഉണ്ടോ? അദ്ദേഹത്തെ വീണ്ടും ആ പാർട്ടിയിലേക്ക് എടുക്കും. അതാണ് ഒരു ജനാധിപത്യ പാർട്ടി എന്നതിൽ ഉപരി കോൺഗ്രസ് പാർട്ടിക്കുള്ള ഏറ്റവും വലിയ മൂല്യമെന്ന് ഞാൻ പലപ്പോഴും വിശ്വസിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്നും ഏതൊക്കെയോ പാർട്ടിയിൽ പോകേണ്ട പല നേതാക്കന്മാരും ഇന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിലനിന്ന് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. തീർച്ചയായിട്ടും. പിന്നീട് ജി സുധാകരനും കെ സുധാകരനും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന നേതാക്കന്മാരാണ്. കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടി ഇത്രയും കാലമായിട്ടും മോശപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമേജ് തകർക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടോ അങ്ങനെ അദ്ദേഹത്തിന് ഒരു നടപടിയും എടുത്തിട്ടില്ല. പക്ഷെ ജി സുധാകരനെ അങ്ങനെയല്ല. അദ്ദേഹം മനസ്സ് മടുത്ത്, അതായത് പാർട്ടിക്കാർ ചെയ്തിട്ടുള്ള ദ്രോഹം ഒരു പരിപാടിയിൽ പോലും അദ്ദേഹത്തിനെ വിളിക്കുന്നില്ല. പക്ഷെ സുധാകരനെ അങ്ങനെയല്ല. സുധാകരനെ ഒരു പരിപാടിയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും വരും. അങ്ങനെ ഒരു അസറ്റ് ആയിട്ടാണ് കോൺഗ്രസ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ജി സുധാകരനെ പോലുള്ള നേതാക്കന്മാരെ ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മൂല്യബോധമുള്ള, അത്രയും സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെ ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചിട്ടില്ല. അതെ, അതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ രാഹുൽ, അവർക്ക് നല്ലവരെ തിരിച്ചറിയാനുള്ള, അവരുടെ കണ്ണിലൊക്കെ ഈ പിന്നെ എന്താ പറയാ, മഞ്ഞക്കാമാല എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ കണ്ണിൽ ഇപ്പൊ അന്ധത. ഒന്നുമില്ല, ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്നും വരുന്ന ഒരാളല്ലേ. തീർച്ചയായിട്ടും. അല്ല, പറയുന്നത് എന്തെന്നറിയോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബ്രാഞ്ചിലാണ് അദ്ദേഹത്തിന് തരം താഴ്ത്തിയത്. വയസ്സിന്റെ പ്രായപരിധിയിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു മുറി വരെ ഞങ്ങൾ അവിടെ കൊടുത്തു, ഇരിക്കാൻ മുറി കൊടുത്തു, അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പരിഗണന ഞങ്ങൾ കൊടുത്തു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ പറയുന്നതൊന്നും അങ്ങനെ എല്ലാം ജനങ്ങൾക്ക് തൊണ്ടോടാതെ വിഴുങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് സംസാരിക്കാനേ ഇറങ്ങിയിരുന്നെങ്കിൽ 10 വോട്ടെങ്കിൽ 10 വോട്ട് LDFിന് കിട്ടുമായിരുന്നു, അല്ലെ, ഈ പാർട്ടിക്ക് കിട്ടുമായിരുന്നു. ആലപ്പുഴയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വല്ലാത്ത വോട്ട് ചോർച്ച, ഇത് നിശബ്ദ വോട്ടുകളായിരിക്കും. അദ്ദേഹം മത്സരിച്ച്, രാഹുൽ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ജയിച്ചാലും ഇല്ലെങ്കിലും, ജയിച്ചില്ലേ, പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന 10 വോട്ട് കിട്ടുന്നതാണെങ്കിൽ ആ 10 വോട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന മെരിറ്റ് അല്ലേ? ഇവരെല്ലാവരും കൂടി ഇങ്ങനെ എടുത്ത് ചവിട്ടിക്കൂട്ടി മൂലയിലിടാൻ അദ്ദേഹത്തിന് എന്ത് കാര്യം ചെയ്തു? ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നിശബ്ദമായിട്ടുള്ള നിശബ്ദ വോട്ടുകൾ, ആ വോട്ടുകളാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രതിഷേധമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിഷേധമാണ്. ഈ കോക്കസ്, അത് ലഹരി മരുന്ന് മാഫിയക്ക് ഉള്ളിലേക്ക് പോയതിന്റെ, ആ കോക്കസിലെ ഇത്തരത്തിലുള്ള മാഫിയകൾ ഈ കോക്കസിനെ നിയന്ത്രിക്കുന്നതിന്റെ പ്രതിഷേധം, ആ പ്രതിഷേധം സ്വാഭാവികമായിട്ടും അണികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന അണികൾ തിരിച്ചു. അല്ല, അതായത് രാഹുലെ, ഈ പാർട്ടിക്ക് ഒരു നേച്ചറുണ്ട്. ഇപ്പം കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന പോലെ സുധാകരൻ പറയുന്നത് ഈ പാർട്ടിക്ക് ചില രീതികളുണ്ട്. ഈ പാർട്ടിക്ക് ഒരു കേഡറിസം പറഞ്ഞു, കേഡറിസം ഉണ്ട്. ആ കേഡറിസം ഉള്ള പാർട്ടിയിലാണ് മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നവനും ഈ തരത്തിലുള്ള ലോകത്തുള്ള ഏറ്റവും വലിയ വൃത്തികേട് കാണിക്കുന്നവനും പകല് ഈ പറയുന്ന പാർട്ടിയും രാത്രി SDPI ആകുന്നവരുമാണ് ഈ പാർട്ടിയിലുള്ളതെന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞതാണ്. ഇന്നിപ്പോൾ ഇവിടെ ആലുവയിൽ മത്സരിക്കുന്ന ആരിഫ് തുടങ്ങി, AM ആരിഫ് തുടങ്ങി, ഇന്നിപ്പോൾ ഈ സലാം വരെയുള്ള നാസർ വരെയുള്ളവർക്ക് പിടിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. അവിടെ ഈ പാർട്ടിയുടെ നേതൃത്വം നോക്കിയത് കേവലം വോട്ട് മാത്രമാണ്. നിങ്ങൾ എഴുതി വെച്ചോ, ഇന്ന് എന്നോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞത്, അയ്യപ്പദാസെ, ഒരു 10,000 SDPI വോട്ട് സലാമിന് കിട്ടും, ബാക്കിയൊക്കെ കിട്ടിയെന്ന് പറയാം. സലാം എന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്ന് ഇദ്ദേഹം പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സജി ചെറിയാനെ കൂടെ നടന്ന് പെട്ടിയും തൂക്കി നടന്ന സജി ചെറിയാനെ സംസ്ഥാന കമ്മിറ്റി വരെ എത്തിക്കാൻ ജി സുധാകരന് കഴിഞ്ഞല്ലോ. ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെന്നാണ് അദ്ദേഹവുമായിട്ട് അടുത്തുള്ളവർ പറഞ്ഞത്. എനിക്കൊന്നും അദ്ദേഹത്തോട്ട് സംസാരിക്കാൻ പോലും ഉള്ള ഒരു അവസരവും ഭാഗ്യവും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തലമുതിർന്ന മാധ്യമപ്രവർത്തകരും പറയുന്നത് ഇപ്പോൾ ഈ പാർട്ടി കാണിച്ചിരിക്കുന്നത്, ബേബി സംസാരിക്കില്ല, ബേബി ഈ നിമിഷം വരെ സംസാരിച്ചില്ല. എന്തുകൊണ്ട് ബേബി സംസാരിക്കുന്നില്ല? ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാഹുൽ നോക്കിക്കോ, അദ്ദേഹം ജയിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം ഒരു പാർട്ടിക്കാരനായി തന്നെ, കാരണം അദ്ദേഹത്തിന് ഒരു മരണം വരെ അങ്ങനെ ജീവിക്കാനേ കഴിയുള്ളൂ. പിന്നെ കെ സുധാകരൻ്റെയും ജി സുധാകരൻ്റെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ സജി ചെറിയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന്, കുന്തവും കുളച്ചക്രവും പിന്നെ വേറെ എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രയോഗം ഈ കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് പറഞ്ഞു എന്നുള്ളത് കേരളത്തിലെ സമൂഹത്തിന് അറിയാം, അല്ലേ? ഇനി പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല.